പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു പൊന്നുമോളെ നിങ്ങൾ മറന്നുപോയോ? മുലകുടി മാറാത്ത 1 വയസ്സ് പ്രായമുള്ള ഈ പൊന്നുമോളെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിട്ട്. ഒരു പ്രതീക്ഷയുമില്ലാത്ത അന്വേഷണം. ഇത് എവിടം കൊണ്ട് എത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഈ പാവപ്പെട്ടവരായ ഞങ്ങൾ ഇതാരോടാണ് പറയേണ്ടത്? കണ്ണീര് വറ്റാതെ ഉണ്ണാതെയും ഉറങ്ങാതെയും കഴിയുന്ന ഒരു ഉമ്മയുണ്ട് അവിടെ കാത്തു നിൽക്കുന്നത്. ആ മകളെയും കാത്തു നിൽക്കുന്ന ഒരു ഉമ്മയുണ്ട്. ആ മുലകുടി മാറാത്ത ആ കുഞ്ഞിൻ്റെ ഉമ്മ. അതിൻ്റെ വേദന മനസ്സിലാക്കാൻ ഇവിടെ എത്ര പേരുണ്ട്? ഇയാൾ എന്തിനായിരിക്കും ഈ ഒരു കടുംകൈ ചെയ്തത്? സ്വന്തം മകളെ, മുലകുടി മാറാത്ത ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇയാൾ എന്തിനായിരിക്കും അവിടെ നിന്നും മുങ്ങിയത്? അതും പശ്ചിമ ബംഗാളിലെ ഒരു കാമുകിയുമായിട്ടാണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. ഇവൻ്റെയൊക്കെ അവസാനം എവിടെയായിരിക്കുമെന്ന് ഇവനിക്ക് വലിയ നിശ്ചയമുണ്ടോ? പ്രസവിച്ച് വിൽക്കുന്ന അമ്മമാരെ പറ്റി കേട്ടിട്ടുണ്ട്. അച്ഛന്മാരെ പറ്റി ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. മക്കളെ കാണാതാവുക എന്നത് മക്കൾ മരണപ്പെടുന്നതിനേക്കാൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. മക്കൾ മരണപ്പെട്ടതായിരുന്നെങ്കിൽ പടച്ച റബ്ബ് അതിനുള്ള ക്ഷമയും സമാധാനവും റബ്ബ് തരും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കണ്ണീരൊഴുക്കി കഴിയേണ്ടി വരും ഈ ഒരു സംഭവം. നമുക്കറിയില്ലേ ദിയ ഫാത്തിമയെക്കുറിച്ച്? 10 വർഷമായി ആ ഉമ്മ കണ്ണീരൊഴുക്കാൻ തുടങ്ങിയിട്ട്. ആ ഉമ്മക്ക് ഇനി എന്ന് നീതി കിട്ടും? ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ തന്നെയാണ്. AI ക്യാമറ മുതൽ ഒരുപാട് വിലപിടിപ്പുള്ള ക്യാമറകൾ നമ്മുടെ സിസ്റ്റത്തിനുണ്ടെങ്കിലും ഈ സിസ്റ്റത്തിന് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ വാഹനങ്ങളെ പിടിക്കാനായിരുന്നു, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തവരെ പിടിക്കാനായിരുന്നു, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാത്തവരെ പിടിക്കാനായിരുന്നു ഇവർ ഈ സിസ്റ്റത്തെയൊക്കെ പഠിപ്പിച്ചത്. നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വില എന്താ പറയുക? നമുക്കിപ്പോൾ ആരെയും പ്രതീക്ഷയില്ല. പടച്ച റബ്ബിനല്ലാതെ മറ്റാരെയും നമുക്കിപ്പോൾ പ്രതീക്ഷയില്ല. എന്നുവെച്ചാൽ 10 വർഷമായിട്ട് കാണാതായ ദിയ ഫാത്തിമയുടെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാവരും കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് പടച്ച റബ്ബിനോടല്ലാതെ പിന്നെ ആരോടാണ് നമ്മൾ പറയുക? ഈ പാവപ്പെട്ടവരെ രക്ഷിക്കാൻ റബ്ബിൽ ഇസത്തായ തങ്ങളല്ലാതെ നമ്മളെ പിന്നെ ആരാണ് സഹായിക്കുക? എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുമാത്രമല്ല, ഒരു റുഖിയ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയെയും കൂടി കാണാതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കുക? അന്വേഷണം ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. എന്തെന്നാലും ആ ഉമ്മയുടെ കണ്ണീര് റബ്ബ് കാണട്ടെ. എല്ലാവരും ആമീൻ പറയുക. പടച്ച റബ്ബേ, ആ പൊന്നുമോളെ എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. കാണാതായ ഒരുപാട് മക്കളുണ്ട് റബ്ബേ. അവരൊക്കെ റബ്ബേ, ഉമ്മയുടെ കണ്ണീര് ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബേ. ആ മക്കളെ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. റബ്ബേ, എവിടെയായിരുന്നാലും ആ മകളെ എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു കേസും കൂട്ടവും ഒന്നും നമുക്ക് വേണ്ട. ഒരു കേസും കൂട്ടവും ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ മകളെ ആ ഉമ്മയുടെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആ ഉമ്മയുടെ കണ്ണുനീര് കാണണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, എത്രയും പെട്ടെന്ന്
എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആ ഉമ്മയുടെ കണ്ണുനീര് കാണണേ, ആ ഉമ്മയുടെ കണ്ണുനീര് കാണണേ റബ്ബേ. വെറും 1 വയസ്സ് പ്രായമുള്ള മുലകുടി മാറാത്ത കുഞ്ഞാണ് റബ്ബേ. എങ്ങനെയെങ്കിലും റബ്ബേ ആ കുഞ്ഞിനെ അവിടേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. റബ്ബേ, പാവപ്പെട്ടവരായതുകൊണ്ട് തന്നെ നമ്മെ സഹായിക്കാൻ ആരും തന്നെ മുതിരുകയില്ല റബ്ബേ. നീയല്ലാതെ മറ്റാരും നമ്മളെ സഹായിക്കാനില്ല റബ്ബേ. നീ തന്നെ സഹായിക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യാം. എല്ലാവരും സുബഹി നിസ്കാരത്തിന് ശേഷം ആ പൊന്നുമോളെ കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഉമ്മമാരുടെ പ്രാർത്ഥന, ഉമ്മമാരുടെ കരച്ചിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. തീർച്ചയായും കരഞ്ഞുകൊണ്ട് ഉമ്മമാർ ദുആ ചെയ്യുക. ആ മകളെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദിയാ ഫാത്തിമയുടെ കാര്യവും എല്ലാവരും ദുആ ചെയ്യണം. ദുആ മാത്രമേ നമുക്കുള്ളൂ. ഒരു സിസ്റ്റവും നമ്മുടെത്തില്ല, ഒരു സഹായവും നമുക്കില്ല. നമ്മൾ പാവപ്പെട്ടവരാണ്. നമ്മളെ സഹായിക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.